വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ചിലരെ വിളിക്കുക, അവർക്കൂടെ നമ്മോടുകൂടെ ജോയിൻ ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൻ ജോഷുവയുടെ ബർത്ത്ഡേ ഇന്നാണല്ലോ കർത്താവ്. ഹാപ്പി ബർത്ത്ഡേ ജോഷുവ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് മോനെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ വെൽവിഷറായ സഹോദരിക്ക് സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകണമേ, കുടുംബത്തെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖത്തറിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും ആത്മീയമായി സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, നല്ല ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബബിത ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി അങ്ങ് നൽകിയതിന് ഞങ്ങളെല്ലാവരും ചേർന്ന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അനുയോജ്യനായ ഒരു ലൈഫ് പാർട്ട്ണറെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂഡൽഹിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്കും മൂത്ത മകനും നല്ല ആരോഗ്യം നൽകണമേ, സകല രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയൽ ജോൺസിന് വേണ്ടി, മേബിൾ ജോൺസിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോയൽ എൻജിനീയറിംഗ് സക്സസ്ഫുള്ളായി പാസ്സാകുവാൻ, അതുപോലെ തന്നെ മേബിളിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും നന്ദി പറയുന്നു. മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഷാർജയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, തൻ്റെ കസിന് നൽകിയ ആ പണം, കടം നൽകിയ പണം തിരികെ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. ബറോഡയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് മക്കൾക്ക് കർത്താവെ PR വീസ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൊച്ചുമകൾക്കും നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് എല്ലാ കടബാധ്യതകളിൽ നിന്നും സമ്പൂർണമായ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കടം നൽകിയ പണം അവരിൽ നിന്ന് തിരികെ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഉണ്ണികൃഷ്ണനും അംബികയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അംബികയ്ക്ക് പരിപൂർണമായും ക്യാൻസറിൽ നിന്നും പൂർണ്ണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറാനായി പ്രാർത്ഥിക്കുന്നു. പുകവലി മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഓരോ സ്പോൺസറേയും തിരുനാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആൻഡ് താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജൂലൈ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജൂലൈ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ് NH47 കരുനാഗപ്പള്ളി. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക്
എന്നാണ് ഈ മകളുടെ പേര്. സഹോദരിയുടെ പേര് സുനിത. ഈ മകൾക്ക് 1.5 വയസ്സ് ഉള്ള സമയത്ത് ഒരു ക്രിസ്മസ് സമയത്ത് ഇവർ ആ ഒരു ആഘോഷത്തിനിടയിൽ ഈ കുഞ്ഞ് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ബലൂൺ ആയിരുന്നു. പെട്ടെന്ന് ആ ബലൂൺ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ കുഞ്ഞിന് കടുത്ത ശ്വാസതടസ്സം പോലെ അനുഭവപ്പെട്ടു. കഠിനമായ ചുമ തുടങ്ങി. ഇവർ വളരെ വേഗത്തിൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇവരെടുത്തുകൊണ്ട് ഓടി. ആ ഒരു പോക്കിൽ ഇവര് 3 മാസത്തോളം ആ ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നു. കാരണം ഓരോ ബലൂൺ വീർപ്പിച്ചതിന്റെ ശിക്ഷ 3 മാസം. കുഞ്ഞ് നീ അകത്തോട്ടാണോ വീർപ്പിച്ച പുറത്തോട്ടാണോ വീർപ്പിച്ച്? ചിലർ അകത്തോട്ടാണ് ബലൂൺ വീർപ്പിച്ച് കൊണ്ടുപോകുക. അവര് പറഞ്ഞത് ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ചുമ കൂടി ശ്വാസതടസ്സം പോലെയായി അവസാനം ഈ 3 മാസത്തിന്റെ ഒടുവിൽ അത് ന്യൂമോണിയ പോലെ ആയിട്ട് അവിടെ നിന്ന് വേറെ ഒരു ഹോസ്പിറ്റലിലേക്കും കൂടെയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. ആ ഒരു സമയം തുടങ്ങി ഈ കുഞ്ഞിന് കടുത്ത ശ്വാസം മുട്ടൽ ഈ കുഞ്ഞിന് ആരംഭിച്ചു. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഹോസ്പിറ്റലിൽ പോകും. ഏകദേശം 1.5 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കും, തിരിച്ചു കൊണ്ടുവരും. 3.5 വർഷത്തോളം എല്ലാ ദിവസത്തെയും പരിപാടി ഇത് തന്നെയാണ്. 3.5 വർഷം ഈ കുഞ്ഞ് 2 ദിവസമൊക്കെയാണ് വീട്ടിൽ നിൽക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ LKG UKG ക്ലാസ്സുകളിൽ കുഞ്ഞ് പോകാൻ പറ്റിയിട്ടില്ല. 2 വർഷം പോയിട്ടില്ല. 2 വർഷം പോയിട്ടില്ല. കാരണം ഈ ശ്വാസം മുട്ടൽ ഉള്ളത് കൊണ്ട് സ്കൂളിൽ 1-2 ദിവസമൊക്കെ പോകും. അപ്പോഴത്തേക്കും ശ്വാസം മുട്ട ആരംഭിക്കും. പിന്നെയും അത് ഇന്ന മാസം എന്നൊന്നുമില്ല, ഏത് സമയത്തും അത് വരാം. അത് മാത്രമല്ല ഈ കുഞ്ഞിന് പൗഡർ അലർജി ആയിരുന്നു, ചോക്ലേറ്റ് അലർജി. ഇതെല്ലാം അതിന് ശേഷമാണ് ഇതെല്ലാം ആരംഭിച്ചത്. പിന്നെ സ്പ്രേ, പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴുകിയതിന് ശേഷമേ ഇടാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ വളരെ അലർജി ആയിരുന്നു. ഈ സഹോദരിയുടെ ഹസ്ബൻഡ് തന്നൊരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ സഹോദരി പറഞ്ഞത് ഈ 3.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് എല്ലാ ആഴ്ചയിലും കിട്ടുന്ന പണം മുഴുവൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കും. ഈ കുഞ്ഞിൻ്റെ പിതാവ് വിയർത്തൊലിച്ച് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അവർ ചെലവഴിക്കുമായിരുന്നു. മാത്രമല്ല ഈ സഹോദരി പറഞ്ഞത് ഈ പണം തികയാതെ വന്നിട്ട് ഈ സഹോദരിക്ക് ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം വിറ്റ് പണയം വിറ്റും 3.5 വർഷം കൊണ്ട് അവരുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തും കാലിയായി. ഈ കൊച്ച് വില പിടിച്ചൊരു കൊച്ചാ. അത്രയും പണം ഇതിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു. അത് മാത്രമല്ല ഈ സഹോദരി പറഞ്ഞത് 2 ഇൻഹെയിലർ ഈ കുഞ്ഞിന് ഉപയോഗിക്കണമായിരുന്നു. 2 ഇൻഹെയിലർ ചുമയ്ക്കും ശ്വാസം മുട്ട് നിൽക്കാനും വേണ്ടിയിട്ട് 2 ഇൻഹെയിലർ ഉണ്ടായിരുന്നു. അതിന് 2നും 400 രൂപയിലധികമാണ് ഒരു ഇൻഹെയിലറിന്റെ വില. ഒരാഴ്ചയിൽ കൂടുതൽ അത് നിൽക്കില്ല. മാത്രമല്ല തുമ്മലിന് വേണ്ടിയിട്ട് വേറൊരു സ്പ്രേയും ഉപയോഗിക്കണമായിരുന്നു. ഈ ശ്വാസതടസ്സം വരുമ്പോൾ മൂക്കും ഒരു സ്പ്രേ മൂക്കും ഈ ചെവി എല്ലാം അടഞ്ഞു പോകുമായിരുന്നു. അത്രയും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഈ 3.5 വർഷം ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ 2014 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് ഇവര് നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ വരുന്നത്. ഈ ബ്ലെസ്സിങ് സെന്ററിൽ വരാൻ പറ്റിയില്ല. ഏത് ബ്ലെസ്സിങ് സെന്ററിലെ ശുശ്രൂഷക്കാരി? തിരുവല്ല ബ്ലെസ്സിങ് സെന്റർ. നമ്മുടെ തിരുവല്ല ബ്ലെസ്സിങ് സെന്ററിൽ ഈ സഹോദരിക്ക് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഇവർ TV പ്രോഗ്രാം പലതവണ ഇങ്ങനെ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് കാണുമായിരുന്നു. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്താലും അത് മീറ്റിംഗ്സിനൊന്നും വരാൻ പറ്റില്ല. കാരണം അധികം ദിവസം കുഞ്ഞു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മീറ്റിങ്ങിനൊന്നും പുറത്തു പോകാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവർ നമ്മുടെ കോൾ സെന്ററിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ജോർജ് ബ്രദറും കൂടെയുള്ള ഒരു ശുശ്രൂഷകനും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇവർക്ക് വേണ്ടി ചെന്ന സമയത്ത് ഈ സിസ്റ്റർ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാതെ ഹോസ്പിറ്റലിലെ PRO കണ്ടിട്ട് എങ്ങനെയും പൈസ കുറയ്ക്കാമോ എന്ന് അത്രയും ദയനീയമായൊരു അവസ്ഥയിലാണ് അവർ ചെയ്യുന്നത്. അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസയൊക്കെ കൂടി കൊടുത്തിട്ട് അവർ ആ ഹോസ്പിറ്റലിലെ ബില്ലടച്ചു. അവരന്ന് അവിടെ ചെന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറയുന്നത് അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഇതുവരെ ആ കുഞ്ഞിന് ആ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. അതിനിടയിൽ ഒരു തവണ പോലും ആശുപത്രിയിൽ കയറേണ്ടി വന്നിട്ടില്ല. 1 രൂപ പോലും ഈ കുഞ്ഞിന് അനാവശ്യമായി ചെലവഴിക്കാത്തതുപോലെ കർത്താവ് ഒരു അത്ഭുത സൗഖ്യം ഈ കുഞ്ഞിന് കൊടുത്തു. മാത്രമല്ല ആ കുഞ്ഞിനിപ്പോൾ പൗഡർ അലർജി ഇല്ല, പുതിയ വസ്ത്രമിട്ടാൽ കുഴപ്പമില്ല, ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുഞ്ഞിന് ഇപ്പൊ ചോക്ലേറ്റ് ധാരാളമായിട്ട് തിന്നാം. കർത്താവ് വലിയൊരു അത്ഭുതമാണ് ആ കുടുംബത്തിനകത്ത് ചെയ്യുന്നത്. ആ സഹോദരി പറയുക അതിനുശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നൊരു ആഗ്രഹം പോലും തോന്നിയത്. അതിനു മുൻപ് എന്ത് ജോലി എടുത്താലും ആ പണം മുഴുവൻ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പുകളിലും ഹോസ്പിറ്റലിലും ചെലവഴിക്കണമായിരുന്നു. സഹോദരി പറഞ്ഞ് ഈ ബ്ലെസ്സിങ് സെന്ററിൽ വന്നതിന് ശേഷം അവർ പറയുക അവർക്കൊരു വണ്ടി വേണമെന്നൊരു ആഗ്രഹം 8 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. സഹോദരി പറയുക അതിനുശേഷം ഒരു ചെറിയൊരു ചിട്ടി തുടങ്ങി. പൈസ ബാക്കി അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ചിട്ടി തുടങ്ങി, ചിട്ടി കിട്ടി, വണ്ടിയും കിട്ടി. ബ്ലെസ്സിങ് സെന്ററിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതം അതിനു മുമ്പുള്ള 3.5 വർഷം താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ജീവിതം ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് അവരെ ഉയർത്താൻ തുടങ്ങി. ഇത്രയും വലിയ കാര്യങ്ങളാണോ തിരുവല്ല ബ്ലെസ്സിങ് സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കർത്താവ്, ഈ അത്ഭുതകരമായ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ഒരു ബലൂൺ വീർപ്പിച്ച നിമിത്തം തുടങ്ങിയ ബുദ്ധിമുട്ട് 3.5 വർഷം സകലവും തകർത്തെങ്കിൽ കർത്താവ് ഒരൊറ്റ പ്രാർത്ഥനയിൽ ദൈവദാസന്മാർ കാലുകുത്തിയപ്പോൾ അവിടെ ദൈവം ഇറങ്ങിയല്ലോ, കർത്താവ് കാലുകുത്തിയല്ലോ. ഈ കൈകൾ ഉയർത്തിരിക്കുന്നവരുടെ ജീവിതത്തിലും ഇന്ന്, നാളെയല്ല കർത്താവെ, ഇന്ന്. എല്ലാവരും പറഞ്ഞ ഇന്ന്, ഉറക്കെ പറഞ്ഞ ഇന്ന്, ഇന്ന്, ഇന്ന്. കർത്താവ് കേൾക്കട്ടെ. ഇന്ന് കർത്താവ് ഇറങ്ങി വന്ന് കാൽ ചവിട്ടണമേ. സുനിതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനൈ, മുംബൈ. ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ. ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ. ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. Some of you sit here, you think that God is very slow. ചില ആളുകളൊക്കെ ചിന്തിച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ വളരെ സ്ലോ ആണെന്നാണ്. It's not like that. അങ്ങനെയല്ല. Sometimes he can move quicker than the wink of your eye. നിങ്ങളുടെ കണ്ണിമയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവം തമ്പുരാൻ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ Can you shout a big hallelujah to this ancient of days tonight? ഓ, കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ ഈ പുരാതനനായ ദൈവത്തിന് നൽകിയാൽ. Bigger hallelujah. ശബ്ദമുയർത്തി One Mysore hallelujah tonight. ഹല്ലേലൂയ. Hallelujah. Amen. God bless you all. The person whom I represent is not a silly person. നാം പ്രതിനിധീകരിക്കുന്ന ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ളത് ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല. Shout one more hallelujah. ഒരിക്കൽ കൂടെ ചേർന്ന് Clap your hands, a thunderous clap of കൈകൾ അടിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ. We worship you God. Hallelujah. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പുരാതനനായ ദൈവത്തിന്റെ ഭയങ്കരത്വത്തെ ഓർത്ത്. I am so excited to tell you this. ഇന്ന് രാത്രി ഇത് പറയുന്നത് ഞാൻ വളരെ ആവേശഭരിതനാണ്. Verse number 10 says, 10ാമത്തെ വചനം പറയുന്നത്, a river of fire was flowing, coming out from before him. ഒരു അഗ്നി നദി അവിടുത്തെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. From before his throne a river is flowing. അവിടുത്തെ ആ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്ന് ഒരു തീയുടെ നദി പുറപ്പെട്ടൊഴുകി. And in this river it is not H2O that is flowing, but it is fire that is flowing. നോക്കുക, ഇത് ജലത്തിന്റെ H2O യുടെ ഒരു നദിയല്ല പുറത്തോട്ട് ഒഴുകിയിരിക്കുന്ന, മറിച്ച് ഒരു അഗ്നിയുടെ നദിയാണ് ഒഴുകുന്നത്. Say hallelujah. കൈകൾ വീശി ഹല്ലേലൂയ. Only God can have that. ദൈവം തമ്പുരാന് മാത്രമേ ഇതുണ്ടാകുകയുള്ളൂ. So his throne is full of fire. നോക്കൂ, അവന്റെ സിംഹാസനം മുഴുവൻ അഗ്നിയാണ്. The wheels of his throne is fire. അവന്റെ സിംഹാസനത്തിന്റെ ചക്രങ്ങൾ അഗ്നി കൊണ്ട് എരിയുന്ന തീയാണ്. And the river that is flowing from his throne is full of fire. അവന്റെ സിംഹാസനത്തിന് മുൻപിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, ആ നദിയും ഒരു തീ നദിയാണ്. And God himself is a consuming fire. എന്ന് മാത്രമല്ല ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ദൈവം തന്നെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയുമാണ്.
കാര്യമാണ്. Remember this always in your lifetime. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. Our God is a consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുവാൻ കഴിവുള്ള അഗ്നിയാണ്. No hindrance can stand before him. അതുകൊണ്ട് ഒരു തടസ്സത്തിനും ദൈവം തമ്പുരാന്റെ മുൻപിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യമല്ല. If you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ, if you are calling upon this God, ഈ അഗ്നിമയ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, believe me, he will consume every hindrance, every Jericho wall that you are facing today. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും, ഏത് തടസ്സത്തെയും, ഏത് എരിഹോ വാതിലുകളെയും ഈ അഗ്നിക്ക് ഇവന്റെ മുൻപാകെ ദഹിപ്പിച്ചു കളയുവാൻ ശക്തിയുണ്ട്. Another shout to hallelujah here. ഒരിക്കൽ കൂടെ ചേർന്ന് ഹല്ലേലൂയ. Do you know something? നിങ്ങൾക്കൊന്നറിയാമോ, When Moses was leading 3 million people, 30 ലക്ഷം ജനങ്ങളെ മോശെ എന്ന് പറയുന്ന നേതാവ് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, this God came down from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ദൈവം പലവട്ടം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. He said, this is my people. അവൻ പറഞ്ഞു, ഇവർ എന്റെ ജനമാകുന്നു. And all the world, see how I am going to protect my people. ഈ ലോകം മുഴുവൻ എന്റെ ജനത്തെ ഞാൻ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. Before you move, I will move. അതുകൊണ്ട് എന്റെ ജനം യാത്ര ചെയ്യുന്നതിന് മുൻപേ ഞാൻ യാത്ര ചെയ്യും. I will be a pillar of fire in front of അവരുടെ Moses. മുൻപാകെ അഗ്നി തൂണായി നിന്ന് ഞാൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകും. Hallelujah. ഹല്ലേലൂയ. And there was a cloud above them. എന്ന് മാത്രമല്ല അവരുടെ മുകളിൽ ഒരു വലിയ നിഴലുണ്ടായിരുന്നു. There was a pillar of smoke, there was a pillar of cloud, there was a pillar of fire, and they were all covered by God himself. അവിടെ നാം കാണുന്നു അഗ്നി തൂണുകളാലും മേഘസ്തംഭത്താലും അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് തന്റെ ജനത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് ദൈവം തമ്പുരാൻ അവരെ കൊണ്ടുനടന്നത്. Everything that happened in the Old Testament is just a shadow of the things that were going to come, that we are experiencing today. ഓർക്കുക, പഴയ നിയമത്തിൽ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ആത്മീകമായി പ്രാപിച്ചെടുക്കുവാനുള്ള കാര്യങ്ങളുടെ നിഴലുകൾ So മാത്രമായിരുന്നു. symbolically, this is how God is protecting, God is leading us today. അതുകൊണ്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ പഴയ നിയമത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾ സിംബോളിക്കലി ഇതുപോലെയാണ് പുതിയ നിയമത്തിൽ ദൈവം നമ്മെ സംരക്ഷിക്കുന്നതും കൊണ്ടു നടക്കുന്നതും. Somebody lift your hands and say, thank you, Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് നന്ദി യേശുവേ എന്ന് പറയാമോ? Louder, thank you, അല്പം കൂടെ Jesus. ശബ്ദമുയർത്തി താങ്ക് യു ജീസസ്. Hallelujah. ഹല്ലേലൂയ. So verse number 10, a river of fire was flowing and coming out from his throne, and thousands upon thousands attended him. ഒരു അഗ്നി നദി, 10ാമത്തെ വചനം, അവിടത്തെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്തു. Hallelujah. ഹല്ലേലൂയ. So if anyone is ministering to God today, that person is ministering from this fiery river. ഓർക്കുക, ഏതെങ്കിലും ഒരു വ്യക്തി ദൈവം തമ്പുരാനെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ അഗ്നി നദിയിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. And the New Testament ministry today is a ministry of the fire of God. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്നുള്ളത് ദൈവത്തിന്റെ അഗ്നിയാലുള്ള ശുശ്രൂഷയാണ്. Another symbol that is given is on the day of Pentecost, when the Holy Spirit came down, he did not come as ice cream. അതുപോലെ തന്നെ പ്രതീകാത്മകമായിട്ടുള്ള മറ്റൊരു കാര്യം, പെന്തിക്കോസ്ത് ദിനം വന്നപ്പോൾ അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്നു, അന്നത്തെ ദിവസം വന്നപ്പോൾ ദൈവം തമ്പുരാൻ ഐസ്ക്രീം ആയിട്ടല്ല അവിടെ വന്നിറങ്ങിയത്. Hello. But he came as tongues of fire. പകരം അവൻ അവിടെ വന്ന് അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുകളുമായിട്ടാണ് ഇറങ്ങി വന്നത്. Tonight God wants to fill everyone sitting here with his tongues of fire, not with Uncle John ice cream. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ അടുക്കലേക്കും ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നത് അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുമായിട്ടാണ്, അല്ലാതെ അങ്കിൾ ജോൺ ഐസ്ക്രീമുമായിട്ടല്ല അവൻ വന്നിരിക്കുന്നത്. Shout another hallelujah to this fiery God. ഒരിക്കൽ കൂടെ അഗ്നിമയ ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാല്. Hallelujah. ഹല്ലേലൂയ. Then we read the court was seated and the books were opened.
എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു, ന്യായവിസ്താര സഭ സമ്മേളിച്ചു, പുസ്തകങ്ങൾ തുറന്നു. So God has some books. അപ്പൊ ദൈവം തമ്പുരാന് ചില പുസ്തകങ്ങളുണ്ട്. Are you here? നിങ്ങൾ ഇതെന്നെ ശ്രദ്ധിച്ചു God കേൾക്കുന്നുണ്ടോ? is very educated. ദൈവം നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. And he knows how to write. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് അവന് And he വിവരമുണ്ട്. has all the records. എന്ന് മാത്രമേ എല്ലാ റെക്കോർഡ്സും അവന്റെ കയ്യിലുണ്ട്. Hallelujah. Hallelujah. He has all the records of our life with him. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള സകല കണക്കുകളും അവന്റെ മുൻപാകെയുണ്ട്. When we study the scriptures, ദൈവവചനത്തെ നാം പഠിച്ചാൽ one thing we understand is that the Bible that we use here today on earth is also with God. One copy, the original copy, is with the Lord. ഓർക്കുക, നാം ഇന്ന് വായിക്കുന്ന മനസ്സിലാക്കുന്ന ഈ ദൈവവചനത്തിന്റെ ഒറിജിനൽ കോപ്പി ദൈവം തമ്പുരാന്റെ മുൻപിലിരിപ്പുണ്ട്. Hello. ഹലോ. Another thing that God keeps is something called the book of life. രണ്ടാമത് ഒരു പുസ്തകത്തിന്റെ പേര് ജീവന്റെ പുസ്തകം എന്നുള്ളതാണ്. Everybody say the book of life. എല്ലാവരും ഉറക്കെ പറയാമോ? ബുക്ക് ഓഫ് ലൈഫ്. പറഞ്ഞാലും ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകം. What is that? എന്താണ് ജീവന്റെ പുസ്തകം? In the book of life you cannot read any story. ജീവന്റെ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് ഒരു കഥ വായിക്കാൻ സാധ്യമല്ല. No accounts. അതിനകത്ത് കണക്കില്ല. No history, no geography. അതിനകത്ത് ചരിത്രമില്ല, അതുപോലെ ഭൂമിശാസ്ത്രവുമില്ല. The book of life is just like telephone directory. ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതൊരു ടെലിഫോൺ ഡയറക്ടറി പോലെ ഇരിക്കും. Names. പേര്. Only names. പേരുകൾ മാത്രമേ ഉള്ളൂ. Not all names, but the names of the people who have received Jesus as their personal Lord and Savior. എല്ലാവരുടെയും പേര് ആ പുസ്തകത്തിൽ കാണില്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരുടെ പേരുകൾ മാത്രമേ ആ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയുള്ളൂ. Revelations chapter number 20. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. We read about the last judgment, the white throne judgment. അവിടെ നാം വെള്ള സിംഹാസനം എന്നുള്ള അവസാന ന്യായവിധിയെക്കുറിച്ച് The Bible വായിക്കുന്നുണ്ട്. clearly tells us, ബൈബിൾ വ്യക്തമായി പറയുന്നു, if anyone's name is not found written in the Lamb's book of life, he will not be given a treat. He will be thrown into the lake of fire. അവിടെ എഴുതിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും ഒരു നല്ലൊരു സദ്യ നൽകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുമെന്നാണ്. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജൂലൈ 24 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. YMCA മുണ്ടക്കയം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജൂലൈ 25 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ് NH47 കരുനാഗപ്പള്ളി. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ഓർക്കുക, ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വിശ്വസിക്കുക, കർത്താവെ, അനേകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം ചലിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കരുണ തോന്നി രോഗികളെ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കാൽ മുട്ടുകളുടെ അകത്ത് തേയ്മാനം, കാർട്ടിലേജിനുള്ള ടയർ തുടങ്ങിയ രോഗങ്ങൾ
നടക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ ആ കാൽമുട്ടുകൾക്കകത്തുള്ള പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. അതുപോലെ ഓരോ ജോയിൻറ്റുകളിലുമുള്ള വേദന, നീര് തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷുഗർ ലെവൽ പലരുടെയും ഭയങ്കരമായി കൂടി നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ലെവലിലേക്ക് വരട്ടെ. താഴ്ന്നു പോയത് ഉയർന്ന ലെവലിലേക്ക് വരട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് നോർമലാകട്ടെ. കൊളസ്ട്രോൾ ലെവൽ നോർമലാകട്ടെ. ചിലരുടെ ബ്ലഡിലുള്ള ചില അണുക്കളുടെ ഏറ്റക്കുറച്ചിലുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ കൗണ്ടിലേക്ക് വരട്ടെ. ഇൻ ജീസസ് നെയിം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കരമായ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശാലതകളുടെ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അതുപോലെ ശ്വാസകോശങ്ങളിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നു. കിഡ്നികളിൽ ചില സൗഖ്യം നടക്കുന്നു. ഇൻ ജീസസ് നെയിം. ഗോൾ ബ്ലാഡറിലുള്ള സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. താങ്ക് യു ഫാദർ. അപ്പൻഡിക്സിനകത്തുള്ള ചില പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും. ഇനി നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ തന്നെ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാളെ നമുക്ക് മുണ്ടക്കയത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മറ്റന്നാൾ കരുനാഗപ്പള്ളിയിലാണ്. രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എത്ര തടസ്സമുണ്ടെന്ന് പറഞ്ഞാലും അത് മാറ്റിവെച്ച് വരിക. തീർച്ചയായും യേശു നിങ്ങളെ അനുഗ്രഹിക്കും, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് നടത്തും. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെ DVD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.